തിരക്കുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ള കാഴ്ചയല്ലത്. ജീവിതത്തിലെ തിരക്കുകളായ ഓഫീസിലെ വർക്കുകൾ ചെയ്ത് മടുത്തവരാണോ നിങ്ങൾ? വീട്ടിലെ പണികൾ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? കോളേജിലും സ്കൂളിലും അംഗൻവാടിയിലും ഒക്കെ പോയി പഠിച്ച് അതിൻ്റെ ക്ഷീണം മാറുവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാലോചിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു യാത്ര പോയിട്ട് വരാം. പോകുന്ന സ്ഥലം കൊടും കാടാണ്. ആ കാടിനുള്ളിലൂടെ ചെറിയൊരു വഴി, ആ വഴിയിൽ കൂടി നമ്മൾ മാത്രം KSRTC ബസ്സിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് കൊടും കാട്ടിലെ കാഴ്ചകളായ ഇടതൂർന്ന കാടും കാട്ടിനുള്ളിലെ ഡാമും പുഴയും അരുവിയും വന്യമൃഗങ്ങൾ മുതൽ ചെറിയ മൃഗങ്ങൾ വരെ താമസിക്കുന്ന ഒരു കാട്ടിലേക്ക് നമുക്കെല്ലാവർക്കും ഒരു യാത്ര പോയാലോ? തിരിച്ചു വരുന്നിടം വരെ പുറം ലോകവുമായി നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. കാടിൻ്റെ ശബ്ദവും KSRTC ബസ്സിൻ്റെ സൗണ്ടും കിളികളുടെ സൗണ്ടും മാത്രം ആസ്വദിച്ചുകൊണ്ട് ഒരു പീസ്ഫുൾ യാത്ര. ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നത് പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും. ഗവിയിലെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയിൽ ഇനി അധികം സംസാരം ഉണ്ടാവുകയില്ല. சரிங்க வேற வேணும் தயிரும் தயிர் சாதம் பண்ணிக்க அப்படி சாதம் கண்டி மீன் ഇന്ന് മേടിച്ചേരാ ഇന്ന് അമ്മയില്ല. എവിടെ ഇവിടെ വളർത്തുന്നത്? ആര് വളർത്തുന്നത്? കാട്ടുപോന്ന് ആൾക്കാർ വളർത്താം. കാട്ടുപോന്ന് വളർത്തുന്നതാണോ പറയുന്നത്? ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളെടുത്ത് വൈക്കാൻ നാട്ടിൽ ഇപ്പൊ കാപ്പ് കുടിക്കാൻ പോകും. അവിടെ വളർത്തുന്നുണ്ട്. അവിടെ വളർത്തുന്നുണ്ട്. അവിടെ വരാവരം ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ എല്ലാരോടും. അടിപൊളിയാ അവിടുത്തെ ഡ്രൈവർ. പോകുന്ന വഴിക്കുള്ള എല്ലാം അറിയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ ചോദിച്ച് ഫുള്ള് കമ്പനി ആയിട്ടാണ് ആള് പോകുന്നത് കേട്ടോ. നല്ല രസമുണ്ട് എന്തായാലും ആളുടെ ആറ്റിറ്റ്യൂഡ്. 3 മണിക്ക് പോകുന്നു. 8:30 ആരും കിട്ടോ അല്ല. മൊത്തം പിടിച്ചോ? എത്ര നോമ്പ് പിടിച്ചെന്ന് പറയും. 5 പിടിച്ചാ എത്ര നോമ്പ് പിടിച്ചെന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ മക്കാണ് ഓർക്കുന്നില്ല, മറന്നുപോയി അല്ലേ? നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ആ വെച്ച കാര്യം മറന്നുപോകും അല്ലേ? അടുത്തൊരു സ്പോട്ടിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു കടയുടെ സൈഡിലായിട്ടാണ്. ഇതെന്താ സംഭവം വെച്ചാൽ ഈ കാണുന്ന കട ഉണ്ടല്ലോ, ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടാ. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. ഈ കാണുന്ന എൻ്റെ പുറകെ കാണുന്നുണ്ടോ, ഈ ഒരു വ്യൂ മൊത്തം കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചായ കാര്യങ്ങളൊക്കെ കുടിക്കാം. ഞാൻ ചായക്കട കാണിച്ചു തരാം. ഇവിടുത്തെ ക്യാൻറ്റീൻ കേട്ടോ.
റിച്ച് റൂം. ഇവിടെ കൈയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടാ. ഈ കാണുന്നത് ഇവിടുത്തെ ക്യാൻറ്റീൻ്റെ ഉള്ളിലെ ഉൾഭാഗമാട്ടോ. ഫോട്ടോ എടുത്തു തരാം. നല്ല വെയിലും ഉണ്ട്. നല്ല രാവിലത്തെ ആ ഒരു സൺറൈസ് ഉണ്ടല്ലോ, സൺറൈസിനല്ല സണ്ണുദിച്ച് നല്ല ഒരു കാഴ്ച. എന്റെ പുറകിലൊരു മരം കാണുന്നുണ്ടോ? ഈ കാണുന്ന മരം കണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. എടുക്ക് ഉപ്പാനെടുക്ക്. ഉപ്പ ഓടി വന്ന് നമ്മുടെ മരത്തിന്റെ ഓട്ടി വന്ന് ഇപ്പോണ്ട്. ഈ മരത്തേലുണ്ടല്ലോ ഗൈസ് കൊറേ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ മരത്തിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഔഷധമാണ്. ഔഷധത്തിനൊന്നും മരമൊക്കെ ഈ ഒരു ഭിത്തിയിൽ മൊത്തം ഇതിങ്ങനെ പടർന്ന് പിടിച്ചേക്കുക കേട്ടോ. അവിടുന്ന് മുകളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വൃക്ഷങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ ചെടിയാണെന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളെ കമൻറ്റ് ചെയ്യട്ടെ. ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ഉണ്ടോ? നോക്കി കണ്ടോ? പഴയ ക്യാൻറ്റീൻ കണ്ടായിരുന്നു. പൊളിച്ചതാന്ന് തോന്നുന്നപ്പോ. പഴയ ക്യാൻറ്റീൻ ആയിരുന്നു. പഴയ ആട്ടുകല്ലാന്ന് തോന്നുന്നു കേട്ടോ. ആട്ടുകല്ലാണ്. അപ്പൊ അതിന്റെ ബാക്കി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഹോട്ടലല്ലോ. പോട്ടെ. വെള്ളം പോവാ. ഞങ്ങള് കറ്റായേ. ഫോറസ്റ്റ് ഓഫീസ്. നിങ്ങൾ പോകാം. പോയി ആളാളാള്. ഓ അവിടെ ഇറങ്ങി പുറകിലോട്ട് പോകാനാ പറഞ്ഞത്. എന്റെ ഒന്നു ഞാൻ പഞ്ചറാക്കി. എന്നിട്ട് വെള്ളം പോലെ ടീനെ കാണാം. ഇറങ്ങട്ടെ. ഇതിൽ പോവാം. ഈ വണ്ടിക്കാണോ പോണ്ടത്? ഈ വണ്ടിക്ക് രണ്ടാമത് ഇതിനാണ് നമുക്ക് പോകണ്ടേ. ആളുണ്ട്. നമ്മളെ തിരിച്ച് ആ വണ്ടിയിൽ പോവാട്ടോ.
ഗൈസ്, മൂഴി ഡാമിലേക്ക് പോകുന്ന വഴി നമ്മുടെ ബസ് വന്നിട്ടേ. അപ്പോഴേക്ക് നമ്മളെല്ലാരും കൂടെ ബസ്സിൽ നിന്ന് ചാടി നമ്മുടെ ഈ ബസ്സിലേക്ക് കയറി. ഈ ബസ് നല്ല തിരക്കായിരുന്നു കേട്ടോ, വേറെ വഴിയില്ല, അതിനകത്ത് കയറി നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ തിരിച്ചു പോകുന്ന ബസ്. ഇതിപ്പോ ഒരിടത്ത് നിർത്തിയേക്കോട്ടെ, ആൾക്കാർ ചെറിയ ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ ട്രിപ്പ് വീണ്ടും തുടങ്ങാം കേട്ടോ. ആ മലയുടെ അപ്പുറമാണ് ശബരിമല. ആ ടവർ കാണുന്നതിന്റെ അപ്പുറം. ഒന്ന് കയറിയാ മതി. ഗവിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തിരക്കുകൾ എല്ലാം മാറ്റിവെച്ച് ഇതുപോലൊരു പീസ്ഫുൾ യാത്ര ചെയ്യുക. ആ യാത്ര നിങ്ങൾക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മകൾ തന്നെ ആയിരിക്കും. 5, 6, 6 12 ചില്ലാണ്. ആകാശം ആകാശം ഇപ്പൊ ഞങ്ങളുള്ളത് പാമ്പനാണ്. നമ്മള് ഗവിന്ന് തിരിച്ചു വന്ന് ഇപ്പൊ സമയം ഏകദേശം 12:30 രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലത്തെ കൂടെ കൂട്ടി ഉച്ചയ്ക്ക് കഴിക്കാണ്. ഞാൻ കഴിക്കുന്നത് നല്ല പൊറോട്ടയും അടിപൊളി സാമ്പാറും. ഇതിന്റെ പേരെന്തോ? പുസ്ക ഇരിപ്പുണ്ട്. പുസ്ക അവിടെ നിന്ന് പുസ്കയും പപ്പടം കൊണ്ടുണ്ട്. ഉമ്മാക്കും പുസ്കോ, ഉമ്മാക്ക് പൊറോട്ട, 2 പുസ്കോ ഇരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ച്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പുതിയൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.